ഖത്തറിൽ വീണ്ടും സ്ഫോടന ശബ്ദം ഉണ്ടായെന്നുള്ള വിവരം പുറത്തുവരികയാണ്. അബ്ബാസ്, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? അവിടെ തുടരെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? Kila mtu atoke nje. Watu watoke nje sasa. Gari gula, gula, koi gula. Gari. അബ്ബാസ്, എന്താണ് ഖത്തറിലെ സ്ഥിതി? നിഷാദ്, ഇന്ന് ഖത്തറിൽ തുടർച്ചയായിട്ട് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അഥവാ ഇന്ന് രാവിലെ ആരംഭിച്ച ഒരു മിസൈൽ ഇന്റർസെപ്ഷൻ, അതിൻ്റെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇവിടുത്തേത്. അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ശബ്ദങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. ഏതായാലും വലിയ പരിഭ്രാന്തിയൊന്നും നിലവിൽ ഇവിടെ ഇല്ല എന്നുകൂടി നമ്മൾ ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ പ്രതിരോധ മന്ത്രാലയവും ഒക്കെ ആളുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ ജാഗ്രത പാലിക്കണം, പരമാവധി അകത്ത് തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയാൽ അത് യാതൊരു തരത്തിലും അതിനെ തൊടാനോ അതോടുകൂടി അതിൻ്റെ അടുത്തേക്ക് പോകാനോ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും കാണുന്ന സാഹചര്യത്തിൽ 999 എന്ന നമ്പറിൽ ബന്ധപ്പെടണം എന്നുകൂടി അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ വലിയ സുരക്ഷാ മുൻകരുതലുകളാണ് ഈ രാജ്യം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് നിരന്തരമായിട്ട് അധികൃതരുടെ ഭാഗത്തുള്ള മെസ്സേജുകൾ, അലർട്ടുകൾ വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ അലർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പുറത്തേക്ക് അനാവശ്യമായി പുറത്തിറങ്ങരുത്, അത്തരം യാത്രകൾ ഒഴിവാക്കണം, പരമാവധി ഇൻഡോറിൽ ഇരിക്കണം എന്നുള്ളതാണ്. അഥവാ ഈ ആക്രമണത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്ന സമയത്ത് എയർബേസിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഈ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർബേസാണ് അൽ ഉദൈദിലേത്. 10,000-ലേറെ US സൈനികരാണ് അവിടെയുള്ളത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സമ്പൂർണ്ണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അൽ ഉദൈദ് വിമാനത്താവളം ഒഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള ആക്രമണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മിസൈൽ ഇന്റർസെപ്ഷൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ താഴെ പതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകളും വിഷ്വലുകളൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം ഇവിടെയുണ്ട്. ആളുകളോട് പുറത്തിറങ്ങുന്ന നിർദ്ദേശമുണ്ട്. എന്നാൽ പരിഭ്രാന്തിപ്പെടേണ്ട യാതൊരു തരത്തിലുള്ള അവസ്ഥയുമില്ല. അതോടുകൂടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഖത്തറിലെ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിന്ന് ചില വ്യാജ ഫോൺ കോളുകൾ പലരുടെ ഫോണിലേക്കും വരുന്നുണ്ട്. ഇവാക്യുവേഷൻ്റെ ഭാഗമായി നിങ്ങളുടെ നിങ്ങളുടെ ID കാർഡിൻ്റെ നമ്പർ, ഖത്തർ IDയുടെ നമ്പറോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയോ ഒക്കെ അയക്കണമെന്ന് പറഞ്ഞിട്ട് പല ആളുകളുടെ ഫോണിലേക്കും ചില വ്യാജ ഫോൺ വിളികൾ വരുന്നുണ്ട്. അത്തരം യാതൊരു തരത്തിലുള്ള വിളികളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് സ്കാം കോളുകളാണ്. അതിൽ ജാഗ്രത പാലിക്കണം. ആരും അത്തരത്തിൽ ഒരു തരത്തിലും ഇത്തരം വിവരങ്ങളോ OTPയോ കൈമാറരുത് എന്നുകൂടി അറിയിക്കുകയാണ്. ഏതായാലും ഇത്തരം നമ്മുടെ മൊബൈലിലൊക്കെ ആളുകൾ വിളിച്ച് ഇങ്ങനെ ഒരു സ്കാം കൂടി ഉണ്ട്, ഇങ്ങനെ അലർട്ട് കൊടുക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഔദ്യോഗികമായ ചാനലുകളിൽ കൂടി വരുന്ന വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ അധികൃതർ പുറത്തിറക്കും എന്നുകൂടി ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും ആളുകളെ ഉണർത്തിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ അറബി, ഇംഗ്ലീഷ്, അതുപോലെ ഉറുദു അടക്കമുള്ള ഇവിടുത്തെ ഖത്തറിനെ നമുക്കറിയാമല്ലോ, ഒരു ആഗോള നഗരമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രവാസികളുടെയും അതുപോലെ ഇവിടുത്തെ സ്വദേശികളുടെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും ഒക്കെ സുരക്ഷ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ പത്രക്കുറിപ്പിലും അവർ അതേക്കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ മുൻഗണന എന്ന് ഈ പത്രക്കുറിപ്പിലെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ജാഗ്രത പാലിക്കണം, എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാശനഷ്ടവും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ മിസൈൽ ഇന്റർസെപ്ഷൻ്റെ ശബ്ദമാണ് പല സമയങ്ങളിൽ
ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകുകയാണ്. ഖത്തറിൽ ഈ സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഏതെങ്കിലും തരത്തിൽ കോളുകൾ വന്നാൽ അതിൽ വിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ പ്രവാസികളാണെങ്കിൽ ഇന്ത്യൻ എംബസി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക. ഈ സമയത്ത് വരുന്ന വ്യാജ കോളുകളെ കൂടി ചെറുക്കേണ്ട സമയം കൂടിയാണ് എന്നുള്ളത് കൂടി പറയുകയാണ്. അതീവ ജാഗ്രത പുലർത്തുകയാണ് ഈ സമയത്ത്. ഖത്തറിൽ മാത്രം അബ്ബാസിന്റെ വാക്കുകൾ എടുത്താൽ ഖത്തറിൽ ഇപ്പോൾ നേരത്തെയും ചില സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ അവിടേക്ക് അമേരിക്കൻ എയർബേസുകളെ ലക്ഷ്യമിട്ട് വരുന്ന മിസൈലുകളെ അവിടെ പ്രതിരോധിക്കുന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് അവിടെ നിന്നും എന്തായാലും വരുന്നത്.